ഇവന് ഇത്ര വിഷമം കൊണ്ടേ പോകണ്ടിരുന്നാ പോരെ. ദാസവൻ എന്തായാലും പോകും. നീ ആട്ടിട്ട് മുടക്കുവർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നും പറയാനുള്ളന്ന്. ചായല് പിടിക്കാം. ചന്ദ്രകളഭം പൊങ്കണ്ടായിരുന്നു. ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ഇനിയൊരു ജന്മം കൂടി. അവരാധം തന്നെ. അല്ല, അച്ഛൻ്റെ പോലെ തന്നെ. എന്താ ഒരു ശബ്ദമാത്തിന് അല്ലേ? പിന്നല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും മനോഹരമായ നാട്, വീട്, നമ്മുടെ ഈ കുളം, ഇതൊക്കെ ഉപേക്ഷിച്ച് ഏതോ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല ആവശ്യമുണ്ട് ഇതിന്? പഴയ പോലെ ഒന്നും അല്ലടാ. വീട്ടിൽ നല്ല പ്രഷറുണ്ട്. പിന്നെ എത്ര നാളെന്ന് വെച്ചിട്ടാ പണിക്കും പോവാണ്ട് വീട്ടുകാരെയും ബുദ്ധിമുട്ടിച്ച്. പറഞ്ഞ ശരിയാണ്. എന്ത് ശരിയാണെന്ന്? ദാസാ, എല്ലാവരുടെയും വീട്ടിലും നിന്നെപ്പോലെ ആവണമെന്നില്ല. അവനെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. എടാ, നാളെ എപ്പോഴാ പോണേ? വെളുപ്പിന്. നാളെ നിനക്കെന്താ പരിപാടി? എന്ത് പരിപാടി? ഇതൊക്കെ തന്നെ. നാളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോണം. അതിന് നിനക്കെന്താ അസുഖം? എനിക്കൊന്നുമില്ല. എൻ്റെ മേമയുടെ മോനെ അറിയാൻ പാടില്ല നിനക്ക്? ശങ്കരൻ. ശങ്കരൻ? എടാ, ശങ്കു. ശങ്കു. അവനെ ഏതോ പെങ്കൊച്ചിൻ്റെ പുറകെ കിടന്നിട്ട് അവരുടെ വീട്ടുകാരെ കൂടി ഇടിച്ച് തവിട്ട് പൊടിയാക്കി. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അതവൻ്റെ കരിപ്പിൻ്റെ ആയിരിക്കുള്ളൂ. ഏതായാലും നാളെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് ആ വഴി പോവാം. നീ കുറച്ച് നേരത്തെ ഇറങ്ങിക്കോ. എടാ, ഞാൻ നാളെ ഉണ്ടാവൂല. നാളെ വീട്ടുകാരായിട്ടൊന്ന് അമ്പലത്തിൽ പോണ. പക്ഷെ ഇന്ന് രാത്രി നമ്മൾ ഒരു പൊളി പൊളിക്കും. പൊളിച്ചടുക്കും. കുപ്പി എപ്പോഴാണ് എടുക്കണേ? ഇത് ഇവിടെ നിന്ന് കയറിയ നേരെ പോയാണ്. അജയ, ബാക്കി ആരെങ്കിലും സെറ്റ് ചെയ്തോ? സെറ്റ്. അതിനേക്കാൾ മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാണ്ട്. ഒരു കണക്ക് തീർക്കണം. കണക്ക്? നീയൊക്കെ മറന്നിട്ടുണ്ടാവും. ഒരു പഴയ കണക്ക്. അജയ, നീ പട്ടീനെ മേടിക്കാൻ പോണെന്ന് പറഞ്ഞു. ലാബർ ഡോഗ് എൻ്റെ അടുത്ത് ഒരുത്തനുണ്ട്. അവൻ്റെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് മേടിക്കേണ്ട പകുതി വില കിട്ടും. പ്യൂർ ബ്രീഡ് വിത്ത് പേപ്പർ. ക്രിസ്മസ് ഓഫറാന്നാ പറഞ്ഞേ. അതിന് ക്രിസ്മസ് കഴിഞ്ഞില്ലേ? നമുക്ക് ചോദിച്ചു നോക്കാം. ആളൊരു നിഷ്കളങ്ക ടൈപ്പാകുന്നുണ്ട്. ജോസ്മോൻ. ജോസ്മോൻ പേര് കേട്ടാൽ തന്നെ അറിയാം. പാവമായിരിക്കും. നീ എന്താ ആലോചിക്കണേ? ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോ പേടിയാണ്. എന്നാ പിന്നെ ആലോചിക്കണ്ടിരുന്നാ പോരെ. നീ ഇത് പിടിച്ച്. കൊച്ചുകിളി തെങ്ങേണ്ടെന്ന് പറമ്പാണ്. മരെന്താ ഇവിടെ? എടാ, കട്ടക്ക് നിന്നാ മതി. ഓരോന്നും പറയണ്ടേ? ഞാൻ പറഞ്ഞോളാം. എന്നാ ഞാൻ പറയട്ടെ. അജയോ, നീ തുറക്കരുത്. നീയൊക്കെ എന്താ ഇവിടെ? എന്താടാ ഇവിടെ പരിപാടി? ഒന്നുമില്ലട്ടോ, ചുമ്മാരിക്കായിരുന്നു. എടാ തെണ്ടി, ചുമ്മാ ഇരുന്ന് ചൂണ്ടിരുന്ന
നിനക്ക് വലിക്കാനുള്ള പ്രായടാ. അതിനാരാ വലിച്ചേ? ഇതൊക്കെ കൈയോടെ നിന്റെയൊക്കെ വീട്ടിൽ പറഞ്ഞില്ലെങ്കിലേ ശരിയാവില്ല. ചേട്ടാ സുനേട്ടാ വീട്ടിൽ പറയല്ലേ ആകെ സീനാവും. ഇത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. സുനേട്ടാ അമ്മ സത്യം ഞാൻ വലിച്ചിട്ടില്ല. ജാതിക്ക് കഴിച്ചു മേലെ വലിക്കില്ല. ഇങ്ങോട്ട് വരികയില്ല. ആ വരണ്ടടാ, കയ്യിൽ നിന്ന് ചേട്ടാ ഞങ്ങൾ കഞ്ചാവൊന്നുമല്ല വലിച്ചത്, ഒരു സിഗരറ്റ് അല്ലേ അതിന്. ചേട്ടനിപ്പോ എന്താ കൈയ്യെടുക്കണം. നിനക്കറിയണോ എനിക്ക് എന്താന്ന്? അതാ വിളിച്ചിട്ട് പോടാ. എടാ അതെയാ സുഗുണനെ ഇടിക്കണം. നിനക്ക് വട്ടാണ്. ഇടിക്കാനായിട്ട് എന്തെങ്കിലും കാരണം വേണ്ടേ? ഏത് പണ്ടാങ്ങാണ്ട് നടന്ന കാര്യം അയാൾക്ക് ഓർമ്മയുടെ ഉണ്ടാവില്ല. എന്തിന്? നമുക്ക് പോലും ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് പ്രതികാരം ചെയ്യണം. അവനാരെന്നെ അടിക്കാൻ? ശ്രീകുട്ട, നീ പറഞ്ഞ കേട്ടാത്തോന്നത് ഇന്നും ഇന്നലെ നടന്ന കാര്യമാണ്. 5 വർഷം കഴിഞ്ഞ്. 5 വർഷം കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ടില്ല എങ്കിൽ അതുപോലെ ഓർമ്മ സുഗുണനും കൊടുക്കണം. അജയ, സൂണൻ ചേട്ടനും നമ്മൾ തമ്മിൽ ഇപ്പം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുള്ളിയൊക്കെ ഒതുങ്ങി. ഇന്ന് രാത്രി അയാളെ നമ്മൾ ഒതുക്കും. നീ ഇത് എന്തറിഞ്ഞോണ്ടാ പറയണേ? കേസാവും. നാളെ അവന് പുറത്തേക്ക് പോകാൻ പോലും പറ്റൂല. അതിന് നമ്മളാണെന്ന് പറഞ്ഞോണ്ടല്ലോ ഇടിക്കണേ. പിന്നെ ഇരുട്ടടി. ഞാനില്ല, എനിക്ക് പേടിയാ. ഞാൻ ഉണ്ടാവില്ല. അന്ന് നമ്മൾ 3 പേരും കൂടെ ഉണ്ടായിരുന്നു. ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതികാരം ചെയ്യും, തിരിച്ചടിക്കും. ഇന്നത്തെ രാത്രി നമ്മുടെയൊക്കെ ജീവിതത്തിലെ മറക്കാനാവാത്ത രാത്രിയായിരിക്കും. എങ്ങനെ? എവിടെ വെച്ച്? സുഗുണൻ ചേട്ടൻ അല്ല, സുഗുണൻ ഒരു 10-12 മണി വരെയൊക്കെ വായനശാല കാണും. അയാളെന്തിനാ അവിടെ ഇരിക്കണത്? അയാൾ അതൊക്കെ നോക്കി നടത്തണേ. പിന്നെ അയാളുടെ വണ്ടി ഓട്ടം കഴിഞ്ഞൊക്കെ വരുമ്പോൾ ആ ഒരു സമയമാവും. എന്തായാലും ആളവിടെ തന്നെ കാണും. മതി, അവിടെ വെച്ച് ലോക്ക് ചെയ്യാം. അജയ, 4 മാസ്ക് മേടിക്കണം. ആളെ തിരിച്ചറിയരുത്. പിന്നെ ടൂൾസ് എന്തെങ്കിലും എടുത്തു. വെട്ടുകത്തി മതിയോ? വെട്ടുകത്തിയാ? പോയടാന്ന്. പോവേണ ബിജുടാ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവനെപ്പോൾ തന്നെയാണ് എനിക്കും. പണിയില്ല, വീട്ടിൽ നിന്ന് നല്ല ആട്ടുംതുമ്പ് കിട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെ ആണേലും 5 നേരം തിന്നാൻ കിട്ടുന്നുണ്ട്. ഇനി നിൻ്റെയൊക്കെ വാക്കും കണ്ടിറങ്ങിയാൽ അതും ഇല്ലാണ്ടാവും. അതുകൊണ്ട് എന്നെ വിട്ടേക്ക്. ഇതും പറഞ്ഞ് എന്നെ വിളിക്കേണ്ട, ഞാൻ വരൂല. കുപ്പി എടുക്കണേ. എൻ്റെ മോട്ടടുത്ത പ്രതികാരമായിട്ട് ഇറങ്ങിയേക്കണം. അജയ, വെളിച്ചം വേണ്ട. അജയ, വെളിച്ചം വേണ്ട. അഞ്ച് വർഷത്തെ കണക്ക്, മുതലും പലിശയും പലിശയുടെ പലിശയും ചേർത്ത് ഞങ്ങളങ്ങോട്ട് വീട്ടി. ദാസൻ പറഞ്ഞ പോലെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ മറക്കാനാകാത്ത രാത്രി.
അളിയ ബിജു എന്തായി? ആടാ എത്തിയാ നീ അവിടെ? ആടെ എത്തിയടാ. രാവിലെ ജോയിൻ ചെയ്തു, റൂം എടുത്തു, ഒന്ന് ഫ്രഷായി. എങ്ങനെയുണ്ട്? എൻ്റെ റൂം നിനക്ക് കാണിച്ചു തരാം. ആ ഇവിടെ ഒരു കോട്ടയംകാരൻ അച്ഛനുണ്ട്. ആള് ഭയങ്കര കോമഡിയാ, നൈസാ. എടാ അവന്മാരൊക്കെ എന്ത് ചെയ്യേ? അമ്മാരൊക്കെ ഇവിടെ മറ്റേ വീട്ടിലുണ്ട്. മറ്റവൻ അങ്ങനെ ഉണ്ട്. ഇവിടെ സുഗുണന്. സുഗുണൻ എന്താടാ? നീ പോകാൻ നിൽക്കായിരുന്നല്ല, അതുകൊണ്ടാ പിന്നെ ഒന്നും പറയാതിരുന്നേ. എടാ ബിജു നീ എന്താന്ന് കാര്യം പറ. എടാ നമുക്ക് അടിയൊന്ന് ചെറുതായിട്ട് തെറ്റി. സുഗുണൻ തീർന്ന? ഏയ് അതല്ല, കഴിഞ്ഞ ദിവസം രാത്രി ആ സുഖണ്ടാടാ. ആ ഞാൻ 6 മണിക്കൂർ പെട്ടെന്ന് ഇറങ്ങും. മോനെ കുട്ടാ, എവിടെ പോയിട്ട് വരുന്നേ? ഞാനൊന്ന് നമ്മുടെ ജനമൈത്രി സ്റ്റേഷൻ വരെ പോയി. അതെന്നെ പറ്റി? നാട്ടിൽ ഈ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം കൂടിക്കൂടി വരികയാണെന്ന് എല്ലാവർക്കും ഒരേ പരാതി. നമ്മുടെ ധർമ്മത്തുരത്തിൻ്റെ അവിടെ കുറേ അവന്മാരെ രാത്രി സ്ഥിരം മദ്യപാന ഓച്ചപ്പാടും ബഹളവും. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, അതും ഞാൻ മെമ്പറായിരിക്കുന്ന ഈ പഞ്ചായത്തിൽ. നാട്ടുകാർ തെണ്ടുകൾക്കാണെങ്കിൽ പേടി. എന്നിട്ടെന്താ, അവസാനം അവന്മാരെ ഒതുക്കാൻ ഞാൻ തന്നെ മുണ്ടും മടക്കി കുത്തി അങ്ങോട്ട് ഇറങ്ങി നേരെ അങ്ങോട്ട് ചെന്നു. എന്നിട്ട് 10-18 എണ്ണം നിരന്നിരിക്കുന്നു. ഞാൻ നേരെ വലത് മാറി വഞ്ചിപ്പുരയില്ലേ അവിടെ പോയെങ്കിരുന്നു. അതെന്തിനാ ഞാൻ അവിടെ പോയിരുന്ന? അവിടെയുമ്പോ ആരും കാണൂലല്ലോ. എന്നിട്ട് ഫോൺ എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോവാ. 10 മിനിറ്റിനകം പോലീസുകാർ വന്ന് എല്ലാറ്റിനെയും കണ്ടം വഴി ഓടിച്ച് തൂക്കി എടുത്തോണ്ട് പോയി. അയ്യേ, എന്തേ അത് വേണമായിരുന്നോ? ഇലക്ഷനൊക്കെ അടുക്കാറായിരിക്കല്ലേ? അവിടെയാണ് ഭൈരവൻ എന്ന ഈ തന്ത്രശാലിയായ നേതാവിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. എങ്ങനെ? ഇട്ടുകൊടുത്തതാരാണെന്ന് അവന്മാർക്കറിയില്ലല്ല. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തന്നെ സ്റ്റേഷനിൽ ചെന്ന് അവന്മാരെ വിളിച്ചിറക്കിയിട്ട് നന്നായിട്ട് ഒരു ഉപദേശം കൊടുത്ത് പറഞ്ഞങ്ങോട്ട് വിട്ടു. ഇനി പറ, ഇനി ഒരു ഇലക്ഷൻ വന്നാ അവന്മാർ ആർക്കിട്ടാ കുത്തുക? ഓ അങ്ങനെ. അതൊരുമാതിരി മറ്റടുത്ത ഐഡിയ ആയി. നാട്ടുകാരുടെ പരാതിയും തീർന്ന് ലവന്മാരും ഒതുങ്ങി. എന്തായാലും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അല്ല. അതൊക്കെ പോട്ടെ, നീ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു? എനിക്കൊരു വണ്ടി നോക്കാൻ കോയമ്പത്തൂർ വരെ ഒന്ന് പോകണം. പിള്ളേരെ ഓട്ടം കഴിഞ്ഞ് വണ്ടിയുടെ ചാവിയും കുറച്ച് കാശും കൂടെ തരും. ചേട്ടനത് വാങ്ങിച്ചേക്ക്. ഇപ്പോഴെങ്ങനെ വരുമോ? എനിക്ക് നാളെ ഒന്ന് ഗുരുവായൂർ പോകാനുള്ളതാ. ഒരു 2 മണിക്കൂർ. അവന്മാരിപ്പം എങ്ങെത്തും. 2 മണിക്കൂറോ? എന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഷെൽഫിൻ്റെ താഴെ ഇരിപ്പുണ്ട്. ഒരു ഒതുക്കത്തിൽ അടിക്കണം. ആരിലും വന്ന് കണ്ടാൽ തീർന്ന്. ഓ ഇനി ആരും വരാം. എന്നാ ഇറങ്ങിക്കോട്ടെ. അപ്പം ശരി, ഓക്കെ. അപ്പം ശുഭരാത്രി, സുഖനിദ്ര. അജയ, വെളിച്ചം വേണ്ട, വാ. നമുക്ക് പോയിട്ട് നാളെ വന്നാലോ? പട്ടിച്ചോ കൊണ്ടുപിടിക്കും. ആരത്? എൻ്റെ അച്ഛൻ. ഇവൻ പോയില്ലേ? അവനകത്തുണ്ട്. പൊന്നെഴുത്താൻ ചേലയോടെ ഞൊറികളിൽ
മുഖം ചാച്ച് തെന്നലെന്റെ നെഞ്ചം തകർത്തു, തെന്നലെന്റെ നെഞ്ചം തകർത്തു. കണ്ടു മറ്റേ 6 മാസം എണീറ്റ് നടക്കൂല. അതേടാ, നമ്മളാള് മറിയടിച്ചത് ദാസൻ്റെ അച്ഛനായിരുന്നു. മറ്റേ പാർട്ടിക്കാരെ പണി കൊടുത്താ എന്തായാലും വോട്ട് കുറെ മറിയും. ഇന്നത്തെ രാത്രി നമ്മുടെയൊക്കെ ജീവിതത്തിലെ മറക്കാനാവാത്ത രാത്രിയായിരിക്കും.